ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. നല്ല സൂപ്പർ മഴ വരുന്നുണ്ട് ഗൈസ്. മഴ തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കിടിലം മഴ. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് വ്യൂസാണ്. മുറിയിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയും എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും ഗൈസ്. സൂപ്പർ നൈസ് ക്ലൈമറ്റ്. അപ്പോൾ അങ്ങനെ ഗൈസ്, മറ്റൊന്ന് ഷാസ് പോവുകയാണ് തിരിച്ച് ദുബായിലോട്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ കാർത്തിയൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു രാത്രി അവനെ കാണാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ പുറത്തിറങ്ങും. പക്ഷേ ഇന്ന് പുറത്ത് ഒരിടത്തും പോയിട്ട് കാര്യമില്ല ഗൈസ്. ബിക്കോസ് ഇന്ന് എല്ലാ ഹോട്ടലും അടപ്പാണ്. ബിക്കോസ് മറ്റേ നമ്മളെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. സോ മിക്ക ഹോട്ടലും അടഞ്ഞു നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ഒരിടത്തും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വീട്ടിൽ തന്നെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും വരാം ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ്, നമ്മളൊന്ന് മഴ കാണാൻ വന്നതാ. മഴ കാണാൻ വേണ്ടി വന്ന അതിഥി. നിന്റെ ഫാൻസിനോട് എന്താണ് നിനക്ക് പറയാനുള്ളത്? ഒരാൾ ദിയെ കാണാത്ത 5ാമത്തെ ദിവസം എന്ന് പറഞ്ഞ് യൂട്യൂബിലിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് വട്ടാണല്ലോ അത് നിന്റെ പേരിൽ ഇടാനായിട്ട്. മഴ കാണാൻ നീ അവിടെ നിന്ന് എത്തി, ഇനി അതിൻ്റെ തലയും കുത്തി വീഴുവാടാ. ഇന്നലത്തെ മറ്റേ ഈ കോമൺ ബുഫേയിലെ സാധനം അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല എനിക്ക്. അതിലാകെ വരെ കള്ളപ്പവും ഫിഷ് കറി നൈസായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഫ്യൂ ഐറ്റംസ് വാസ് നൈസ്. അതെപ്പോഴും എല്ലാ ബുഫയിലും അങ്ങനെ തന്നെ ഗൈസ്. എല്ലാം ഒന്നും പെർഫെക്റ്റ് ആവില്ല. ബിരിയാണിയൊക്കെ ദേ കുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഒന്നാമത് പുതിയ ഹോട്ടലല്ല, അപ്പോൾ ഒരുപാട് റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് ഗൈസ്. ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്രൗൺ പ്ലാസ തുടങ്ങിയ സമയത്ത് നമ്മളവിടെ ബുഫയൊക്കെ കഴിക്കാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മളത് ഷെഫിൻ്റെ അടുത്ത് പറയുമായിരുന്നു മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ആൾക്കാരെ റെക്ടിഫൈ ചെയ്ത് വന്നാലേ എല്ലാം ശരിയാവുള്ളൂ. നമ്മളിപ്പോൾ എല്ലാം കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരും വിചാരിക്കാം എല്ലാം നൈസാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. പക്ഷേ ആരെങ്കിലുമൊക്കെ അത് വോയിസ് ഔട്ട് ചെയ്യണം കഴിച്ച്, അല്ലെങ്കിൽ പിന്നെ ക്വാളിറ്റി ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല. അതാണ് പ്രശ്നം. നമ്മളിപ്പോൾ ബാക്കിയുള്ളവരത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് വി ക്യാൻ ആക്ച്വലി കമ്പയർ. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ബാഡ് എന്നല്ല പറയുന്നത്, പക്ഷേ അത്യാവശ്യം കൊള്ളാവുന്നൊരു ബുഫേ അത്രേ ഉള്ളൂ. ഭയങ്കര ഓവർ ഹൈപ്പിനുള്ളതൊന്നുമില്ല. എന്താണ് ചക്ക ചിപ്സ്. ഒറ്റ റെസ്റ്റോറൻ്റ് ഇല്ല. ഒന്നിടത്തും പോകാൻ പറ്റൊന്നുമില്ല. ഇന്ന് വീട്ടിൽ ഇരിക്കല്ലേ ഉള്ളൂ. ബ്രെഡും മുട്ടയൊക്കെ വാങ്ങിച്ച് തിന്നേണ്ടി വരും രാത്രി. അതല്ല, സ്വിഗ്ഗി ഉണ്ട്. സ്വിഗ്ഗിയിൽ ബ്രെഡും മുട്ടയും കിട്ടും. അത് വാങ്ങിച്ചു തിന്നാം. ഇന്നൊരു ദിവസത്തേക്ക് ഗൈസ് ഡയറ്റാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്നലെ എനിക്ക് ജസ്റ്റ് ബൈയൊന്നും പറയാൻ പറ്റിയില്ല ഗൈസ്. അവിടെ വെച്ച് നമ്മൾ വ്ളോഗ് അങ്ങ് നിർത്തി. പിന്നെ ഇനിയിപ്പം നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. അടുത്തൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്. എന്തോന്നതിൻ്റെ പേര്, ഓപ്പോ ഫൈൻഡ് X9 അൾട്ര. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഫോർട്ട് കൊച്ചിയിലോ മട്ടാഞ്ചേരിയിലോ പോകാന്നുള്ള പ്ലാനിലാണ് ഗൈസ്. ഇന്നും ഫോർട്ട് കൊച്ചി സൈഡിലോട്ടാണ്. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് മിക്കവാറും ഈ ഒരു വ്ളോഗ് ഞാൻ കുറച്ചൊന്ന് കമ്പൈലൊക്കെ ചെയ്ത് ഷാസ് പോയതിന് ശേഷം എടുത്തുള്ളൂ. ബിക്കോസ് അവന് ഇത് സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. നൊമാഡിയനെയും സുബിനോളജിയെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അവരടുത്ത് പറഞ്ഞിട്ടില്ല യഥാർത്ഥ ഡേറ്റ്. സോ അതുകൊണ്ട് അവിടെ എത്തിയിട്ട്, ബിക്കോസ് എൻ്റെ നൊമാഡിയൻ കാണാറുണ്ടെന്ന് തോന്നുന്നു വ്ളോഗ്. അപ്പം വെറുതെ ആ സർപ്രൈസ് പൊളിക്കണ്ട. അപ്പോൾ എന്തായാലും അവൻ അവിടെ ചെന്ന് നൊമാഡിയനെയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. അവിടെ വെച്ച് ഈ പുതിയ ഫോൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഓപ്പോ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ക്യാമറ സിസ്റ്റമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സും പരിപാടിയൊന്നും. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ലെറ്റ്സ് സീ. ഇതിൻ്റെ ലൈറ്റ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമ്മളിങ്ങനെ വെളിച്ചം കാണിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ഷെയ്ഡിലോട്ട് കാണിക്കുമ്പം ഈ ആക്ഷൻ ക്യാമറ കുറച്ച് ടൈം എടുക്കും അതൊന്ന് റീഡ് ചെയ്ത് വരാനായിട്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്. ഓരോന്നായിട്ട് ടെസ്റ്റിംഗ് ആണ്. വ്ളോഗറിൻ്റെ ഓരോരോ എന്താ പറയുമല്ലോ, ഈ ജേണി ഓഫ് എ വ്ളോഗർ. ഇന്നലെ ഞാൻ രാത്രി ഭയങ്കര പ്രശ്നമായിരുന്നു. എൻ്റെ കഴുത്ത് ഭയങ്കര വേദനയായിരുന്നു. ഈ ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഉറങ്ങാനേ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു ഇറങ്ങണോ വേണ്ടതെന്നുള്ളത്. ഭയങ്കര തലവേദനയായിരുന്നു. ഈ സെർവിക്കൽ ഡിസ്കിൻ്റെ ഇഷ്യൂ ആണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഡോക്ടറിനെ കാണിക്കണം. ഇത് ഫിക്സ് ആവാതെ എൻ്റെ ഉറക്കം ശരിയാവില്ല. അത് ഭയങ്കര പ്രശ്നം. എൻ്റെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഒന്നിനും ഒരു മൂഡില്ല. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇതൊന്നും എന്തായാലും ഫിക്സ് ചെയ്തിട്ട് എനിക്ക് കുറച്ചൊന്ന് ആക്റ്റീവ് ആവണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ജിം എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് അതിനിപ്പോൾ കറക്റ്റായിട്ടൊന്ന് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഷാസ് നാളെ പോവും. അപ്പം എല്ലാം കൂടെ ഞാൻ കമ്പൈൽ ചെയ്തിട്ടൊരു വ്ളോഗായിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ ശരി, കാണാം. ബൈ. അങ്ങനെ ഗൈസ്, അടുത്ത ഫോൺ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഫോർട്ട് കൊച്ചി പോവുകയാണ്. ഓപ്പോ ഫൈൻഡ് X9 അൾട്ര അതല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് എടുക്കാൻ കഴിഞ്ഞവണ പോയി അതേ സ്ഥലത്ത് തന്നെ പോയാൽ റെപ്പറ്റീഷനാവും. നോക്കാം, മട്ടാഞ്ചേരി പോയി നോക്കാം. എനിക്കത് ആ ഒരു കോസ് കഫേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പുതിയതായിട്ട് തുടങ്ങിയ. അവിടെ നല്ലതാണ്. അവിടെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പോർട്രേറ്റൊക്കെ അവിടെ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നോർമൽ സ്ഥലത്ത്
ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് വരാം. ബൈ. അവൻ അവിടെ വ്ളോഗ് തുടങ്ങി അവൻ്റെ. അങ്ങനെ ഗൈസ്, നമ്മൾ മട്ടാഞ്ചേരി കോസ് കഫേയിലെത്തിയിരിക്കുകയാണ്. കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം, നല്ല വൈബ് സ്ഥലം ഗൈസ്. പിന്നെ മുകളിലൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന്, പക്ഷേ കുറച്ച് ദ്രവിച്ചിരിക്കുന്ന ഒരു ഫീലിംഗ്, നല്ല റസ്റ്റിക് ഫീൽ ഗൈസ്. അപ്പോൾ ഇവിടെ പറ്റുമെങ്കിൽ കുറച്ച് ഫോട്ടോ സാമ്പിൾസും എടുത്തിട്ട് പോകാമെന്നുള്ള പരിപാടിയാണ്. സോ ലെറ്റ്സ് സീ. ഞാൻ ഇവിടെ ഒരു കോഫി കണ്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഒരു 2-3 മൈക്ക് വെച്ചിട്ടുണ്ട്. അവൻ്റെ ഫോണിൻ്റെ മൈക്കും ഉണ്ട്. എന്തായാലും കോഫി വന്നിട്ട് അതും കുടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് ഗൈസ്. എൻ്റെ കോഫിയല്ല, എൻ്റെ മാച്ച. നല്ല കിടിലം ബാക്ക്ഗ്രൗണ്ടിൽ കാപ്പി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഗൈസ്. കോസ് മട്ടാഞ്ചേരി. കൊള്ളാം, നല്ലൊരു ആംബിയൻസ്. നീ മൈക്ക് വെച്ചിട്ട് അടിപൊളി സ്ഥലം ഗൈസ്. എൻ്റെ മുകളിലോട്ട് കയറ്റി വിടുമെന്നോ? അതിൻ്റെ മുകളിൽ ബാൽക്കണി പോലത്തെ സെറ്റ്. സാർ പൊട്ടി വീഴുമോ ഗൈസ്? ആ പടിയൊക്കെ കണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. എന്നാൽ ഇപ്പോൾ വെയിറ്റ് കൂടിയിരിക്കുകയാണ്, വേണ്ട, വെറുതെ പൊട്ടിച്ചിരുന്നില്ല. അപ്പോൾ ഗൈസ് എനിക്ക് ഞാൻ കുറച്ച് ഫോട്ടോ കുറച്ചുകൂടെ എടുത്തിട്ട് വരാം ഗൈസ്. സെൽഫി എടുക്കാൻ പറ്റിയ സ്ഥലം ഗൈസ്. ഇത് ഈ കോസ് കഫേയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് കിട്ടും. കപ്പലും നമ്മളെ ഗ്രാഫിറ്റി ചെയ്ത ഒരു വാളും സംഭവങ്ങളൊക്കെ രസമുണ്ട്. പിന്നെ ഈ ഫിഷിങ് സംഭവങ്ങളും. സോ തൽക്കാലത്തേക്ക് നമുക്ക് ഗ്രാഫിറ്റി സാധനങ്ങളും കാണാം ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഒരു ഫോട്ടോ സാമ്പിൾസ് എടുത്തിട്ട് തിരിച്ച് വേറെ ഏതെങ്കിലും ലൊക്കേഷൻ പോകാം ഗൈസ്. വരാം വീണ്ടും. നല്ല സ്ഥലം കേട്ടോ, ഇത് അടിപൊളി. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തിരുന്ന് നമ്മളെ സൺസെറ്റും സാധനങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് ഒരു പഴയ വീടിനെ എന്തോ അവർ ഓൾട്ടർ ചെയ്തിട്ട് ഇങ്ങനെ തലയൊക്കെ ഇടിക്കും. എൻ്റെ ഹൈറ്റിനുള്ള സ്ഥലമല്ല, എന്താ കുനിഞ്ഞ് കയറാൻ. അതിങ്ങനെ ഒരു പഴയ കെട്ടിടത്തിനെ അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഫുൾ ഇങ്ങനത്തെ റസ്റ്റിക് ആയിട്ടുള്ള വിൻഡോയും കണ്ട ഈ ടൈപ്പ് പടിയൊക്കെയാണ്. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവും ഗൈസ്. പഴയ സ്റ്റൈൽ സാധനമാണ്. പക്ഷേ കണ്ട ഇങ്ങനത്തെ ഒരു നല്ല ഫ്രെയിം. കൊള്ളാം ഗൈസ്, നൈസ്, ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാം, തളർന്നു. ഹൈ റെസൊല്യൂഷൻ ഒന്നുമല്ല, മറ്റേ തന്നെ നോർമലി തന്നെ എടുത്താൽ അതൊക്കെയാണ് ഗൈസ് ഞാൻ എടുത്തു കൊടുത്തത്. കുറേ ഉണ്ട്, ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്ത് തളർന്ന് ചത്ത്. എനിക്ക് ഓൾറെഡി ഞാൻ കഴുത്തിൻ്റെ വേദന ഉള്ളതുകൊണ്ട് കുറച്ച് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ആവുന്നു ഗൈസ്. പക്ഷെ നല്ല ഫോൺ, അടിപൊളി ഫോൺ. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ എൻ്റെ കൈ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇത് കൊള്ളാം. അവൻ്റെ കുറേ സാധനം എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇടുമ്പോൾ കണ്ടാൽ മതി. അതാണ്ടാ ഇതൊക്കെ അവനെ എടുത്തിട്ടാണ്. നല്ല ലുക്ക് സാധനങ്ങൾ, നല്ല ഫോട്ടോ, നല്ല ടോണ്, സ്കിൻ ടോൺ നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല, ഒരുപാട് ഓവർ സാച്ചുറേറ്റഡ് ഒന്നും അല്ല ഗൈസ്. പിന്നെ പ്രോസസ്സിങ് ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു നൈസ് കളറാണ്. ഇപ്പോൾ 10X-ലൊക്കെ ഇട്ട് എടുക്കുമ്പോൾ ചെറിയൊരു പ്രോസസ്സിങ് ഇല്ലല്ലോ, ഒന്നുമില്ല. ഇതാ 10X-ലാണ്. 10X-ൽ കുറച്ച് ഷാർപ്പനിങ് വരുന്നുണ്ട്, ഒരിത്തിരി AI പ്രോസസ്സിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഷാർപ്നെസ് കിട്ടണത് അതിൽ. പക്ഷേ കൊള്ളാം ഗൈസ്, നൈസ് ഫോൺ. ഇത് നമ്മളെ കയ്യിൽ എപ്പോഴെങ്കിലൊക്കെ കിട്ടുമായിരിക്കും അടുത്ത വർഷമോ. അപ്പോഴേക്കും നമുക്ക് 17 അൾട്രയും വേറെ ഒന്ന് ഫോണുണ്ട്, X300 പ്രോയും. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ എൻ്റെ രീതിയിൽ ഇടാൻ നോക്കാം. ബൈ ഗൈസ്. അങ്ങനെ ഗൈസ് നല്ലൊരു മഴ വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും സ്റ്റക്ക് ഇൻ ട്രാഫിക്കാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് ബാക്കി ഷൂട്ട് ഇനി ദുബായിലാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്ന് രാത്രി എവിടെയെങ്കിലും പോയി തിന്നുമായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് വ്ളോഗിലിടാം ഗൈസ്. പിന്നെ ഞാൻ പറയല്ലേ, നാളെ മുതൽ എനിക്ക് ആശുപത്രിയും പരിപാടികളൊക്കെ തന്നെയാണ്. കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ കഴുത്തൊന്ന് ശരിയാക്കിയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഒരു VR എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ കാണാനില്ല. ഇവൻ മറ്റേ വന്ന് വീട്ടിൽ നിന്ന് അത് ഉറപ്പാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഒരു VR എടുത്തോണ്ട് കളിക്കാൻ കൊണ്ടുപോകണം തന്നെ പോയപ്പോ ലോകത്തുള്ളവന്മാര് വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകും.
അയ്യ ഇനി കൺട്രോളർ അടിച്ചു പോയി കാണും. ഇവിടെ നിന്നൊരു VR എടുത്തോണ്ട് പോയി ഗൈസ്. പണ്ട് ഞാനത് കണ്ടത് പോലും ഇല്ല. VR ആ ലെവലിൽ അടിച്ചു മുക്കിക്കൊണ്ട് പൊക്കിക്കൊണ്ട് പോയി ഗൈസ്. അതിനുശേഷം ഞാൻ അവനെ അടുപ്പിക്കാറില്ല ഇവിടെ. ഇവൻ വരുമ്പോ അവന്റെ പോക്കറ്റൊക്കെ തപ്പിയാണ് വിടുന്നത്. എന്തെങ്കിലും ചുമന്നോണ്ട് വീട്ടിൽ പോകുന്നുണ്ടോ? തന്നെ VR എടുത്തോണ്ട് പോയതോട് തീർന്നു നിന്റെ പേര് പോയി. ഡോക്ടർ അടിച്ചു മാറ്റൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരില്ല ഗൈസ്. അതാണ് എന്റെ സ്വഭാവം. അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെ ഒരു സാധനമില്ല. അത് എടുക്കാനാണോ ഉണ്ട തേങ്ങ വാടാ. ഓ വളയൊക്കെ ഇട്ടോണ്ട് വന്നേക്കണം കേട്ടാ. എന്റെ പൊന്നോ മൈ ഗോഡ് ഗൈസ്, സോനൂസ് റിച്ച് ഡോക്ടർ. കുറെ നേരം എന്താ ചെവി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് വെക്കാറിനോടെ. ബെസ്റ്റ്. ഇവന് കൊടുക്കണ്ട, ഇവന് ഇത് വെക്കാനുള്ള യോഗമില്ല. ഇവൻ ഇത് വെക്കാനുള്ള യോഗമില്ല ഗൈസ്. ഇത് എനിക്ക് തന്നെ വന്ന് കയറി വെക്കാന്ന് നോക്കിയത്. ഓ ഇത്ര ഉള്ളായിരുന്നല്ലേ. ഷിറ്റ്, ചാൻസ് പോയി. എവന് മറ്റേ സ്റ്റെതസ്കോപ്പ് മാത്രമേ വെക്കാൻ അറിയാവുള്ളൂ. ഇതൊന്നും വെക്കാൻ അറിഞ്ഞൂടാ. ഇതൊന്നും വെക്കാനുള്ളത് സ്റ്റെതസ്കോപ്പ് ഒക്കെ നമുക്കറിയാം. നമുക്ക് സ്റ്റെതസ്കോപ്പ് റിയൽ ലൈഫ് സ്റ്റെതസ്കോപ്പ് കൈ കിട്ടി നമ്മൾ വെച്ച് നോക്കി ഹാർട്ട് ബീറ്റ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത്. ഡോക്ടർമാർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ചെറിയ ഒരു മൈന്യൂട്ട് സാധനം നല്ല രീതിയിൽ. ഓക്കെ ഗൈസ്, കാർത്തി വരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ കൊക്കോട്രി പോകാനുള്ള പ്ലാനാണ്. കാണാം. ബൈ. ഗുഡ് ബോയ്. അങ്ങനെ നമ്മുടെ ഗുഡ് ബോയ് വന്നിരിക്കുകയാണ് ഗൈസ്. ട്വിക്സ് വന്നിരിക്കുകയാണ്. വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പേടിക്കും. പിന്നെ അവന് ഡിസ്റ്റർബൻസ് ആണ്. എടാ എൻ്റെ മൈക്ക്. ഓ അതിനെപ്പം ചിന്തന. ഹായ്, ഹൗ ആർ യു മാൻ? The vlogger is here guys. അങ്ങനെ വിടൂ. വന്നിട്ടേ നാളെ പോവേണ്. എന്താണ് ഞാൻ പറഞ്ഞ് മടുത്ത് കേട്ടാ. എല്ലാവർക്കും ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നിനക്ക് ആരോഗ്യത്തിന് കുഴപ്പമുണ്ട്? ഓ അങ്ങനെ. കുറച്ച് ബ്രെയിൻ ഫോഗ് വന്നിട്ട് ബ്രോ, പുതിയ ഐഡിയകൾ വരാനില്ല, ചിന്തകൾ വരാനില്ല. ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് നല്ലതാ. ഓ എവളാ വന്ന ചക്ക വരട്ടിയാണ്. ഓ ഇങ്ങനെ ഒരു പെട്ടി മൊത്തം തീർത്തായിരുന്നു ലാസ്റ്റ് ടൈം വന്നിട്ട്. എവനും തിന്നും നീയും തിന്നും. എവനാണ് മറ്റേ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പൊട്ടി മൊത്തം തിന്നത് അവനാണ്. അടുത്തത് അവള്. ഇവിടെ മൊത്തം സ്നാക്സ് ഉമ്മ വാങ്ങിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. സത്യം. നമ്മന് ഷാസുവയ്ക്ക് ഇവിടെ ഗസ്റ്റുകളൊന്നുമില്ല. സോറി, നോ സ്നാക്സ്. ഞാൻ ഡയറ്റിലാണ് ഗൈസ്. അല്ല എന്നെ കാണണമെങ്കിൽ വെളിയിൽ ഞാൻ വരാം. അല്ല സലാഡോ വല്ലോ ഒക്കെ തിന്നാൻ പോവാം. ബിരിയാണി നീ കാരണമാണ് കേട്ടാ ബിരിയാണി ഡിലേ ആവണത്. വേറെ പിന്നല്ലോ അതെന്താ പോവാറായി പറഞ്ഞു. എക്സൈറ്റ്മെന്റ് അവിടെ തോന്നുന്നു. അവിടെ യുദ്ധമാണ്. ദുബായിലുള്ളവരുടെയും ഗൾഫിലുള്ളവരുടെയൊക്കെ ഉള്ള പ്രശ്നമാണ് ഇപ്പം നടക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസൈൽ വീഴോ ഡെബ്രി വീഴോ എന്നൊക്കെ ഉള്ള പാടാണ്. എന്തായാലും ഗൈസ് ഇവൻ നാളെ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോണം. അപ്പൊ ഗൈസ് സെൻഡ് ഓഫ് ആണ്. നമ്മൾ എവിടെയെങ്കിലും പോയി തിന്നാം ഗൈസ്. ക്രിസ്ത്യൻ നിന്നുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, വിശപ്പോ. അങ്ങനെ ഗൈസ് നമ്മൾ ലിറ്റിൽ സോയിൽ പോകാൻ തീരുമാനിച്ചു. ഇവന് പോകുന്നതിന് മുമ്പേ അവിടുത്തെ വെജിറ്റബിൾ ഡംപ്ലിങ്സ് എന്തോ വെജിറ്റബിൾ സൂഷി എന്തോ അന്നൊക്കെ ലാസ്റ്റ് ടൈം പോയപ്പോൾ കഴിച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാവരും കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കിടന്ന് ഉറങ്ങുന്നു. രാവിലെ എണീക്കുന്നു. അവനെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിടുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ വ്ളോഗായിട്ടായിരിക്കും വരുന്നത് ഗൈസ്. അതും പക്ഷേ അവൻ അവിടെ ദുബായിൽ എത്തിയതിന് ശേഷമേ ഇടത്തുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ അവൻ മറ്റേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നോമാഡിയനും സുബിനോളജിക്കൊക്കെ. അപ്പം നമ്മൾ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ അത് അറിയുമല്ലോ. അതാണ് സംഭവം. പോവാം. ലിറ്റിൽ സോയ് വെച്ച് കാണാം ഗൈസ്. Come on guys, let's go to ലിറ്റിൽ സോയ്. ഓ സ്വർണം തന്നെ. എവിടെ നോക്കിയാലും വള മാല. ഇവ ആരടെ അവൻ വൻ ഗോൾഡ് അല്ല റോൾഡ് ആണോ ഗോൾഡ് ആണോ എന്ന് പറഞ്ഞു. എന്തായാലും ഹൈ ഹലോ. വൃത്തികെട്ട പൂച്ച, സ്നേഹമില്ല, ഓടിക്കളഞ്ഞു. ഓക്കെ ഗൈസ്, ലിറ്റിൽ സോയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ലിറ്റിൽ സോയിൽ വന്നിരിക്കുകയാണ് വിത്ത് ദ പാക്ക്. എല്ലാവരും ഉണ്ട്. സ്പോട്ട് വാട്ടർ
ഐ ലൈക്ക് ഹോട്ട് വാട്ടർ. ചൂടുവെള്ളം വേണോ? ഓ നൈസ് ഹോട്ട് വാട്ടർ. നല്ല ചൂടുണ്ട് കേട്ടാ, വെരി ഹോട്ട്. എടുത്ത് കമത്തല്ലേ, നല്ല ചൂട്. അതുകൊണ്ട് ഈ വെള്ളം ആൽക്കലൈൻ വാട്ടർ. എത്ര രൂപ? ഓ സില്ലി പീപ്പിൾ. 125 വെള്ളം കേട്ടോ. ചൂടുവെള്ളത്തിനോട് മിക്സ് ചെയ്ത് കുടിച്ചാൽ അതാകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. മറ്റാകുമ്പോൾ 125 രൂപ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം. മെനു പഠിക്കുകയാണ് ഗൈസ്. ഇത്രയും വർഷം ഇവിടെ എന്നും വന്നു കഴിഞ്ഞാൽ ഇത് ഇരുന്ന് പഠിച്ചോണ്ടിരിക്കും. അവിടെ എന്താണ് നീ ഓർഡർ ചെയ്യാൻ പോകുന്നത്? ചിക്കൻ സുക്കുടി ഡോൺബുറി. അവളാ നിനക്ക് പിന്നെ കിറ്റിക്കാട്ട റാമൻ. ഞാൻ നോക്കട്ടെ ഗൈസ് എന്താണ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകണമെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് വരാം. ഗൈസ് നമ്മുടെ ആദ്യത്തെ ഡിഷ് വന്നിരിക്കുകയാണ് പപ്പടം, ക്രാക്കേഴ്സ്. ഇത് ഭയങ്കര അഡിക്റ്റീവാണ് ഈ സാധനം. ഒരെണ്ണെങ്കിലും തന്നെ മുളക് പൊടി ഇട്ടേക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടോടാ. ഇത് നമ്മുടെ ബാല്യോണ ഉത്സവത്തിന് കിട്ടിയായിരുന്നു. ഇത് പക്ഷെ അതല്ല, ഇത് വേറെ, ഇത് സ്പെഷ്യൽ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരട്ടെ. ഞാൻ ഒരു ഒഴിഞ്ഞ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും എടുക്കാനായിട്ട്. ബുഫേ എവറിത്തിങ് എല്ലാത്തിൽ നിന്നും ഞാൻ കുറച്ച് കുറച്ചൊക്കെ എടുക്കും. അപ്പോൾ എൻ്റെ വയറ് നിറയും കഴിച്ചു. ഓൾറെഡി വയ്യ, എന്തോ ഭയങ്കര കഴുത്ത്. ഞാൻ ഇപ്പോൾ ഒന്നും ഇത് കുറവുണ്ട്. ആ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ്, ന്യൂറോ സർജനെ കാണാൻ. എന്താണ് പറയണതെന്ന് കണ്ടിട്ട് വരാം. വിജയ് കേസ് ഫുഡ് കേട്ടോ. ആദ്യത്തെ ഡിഷായ ഡംപ്ലിംഗ് വന്നിട്ടുണ്ട് കേസ്. ഞാൻ എടുത്തിട്ട് ആ വെള്ളത്തിലൊന്നും വീണില്ല എന്ന് വിശ്വസിക്കുന്നു. ആ കേസ് എന്തോ ഷാങ്കായി ഡംപ്ലിംഗ്. ഇതിന്റെ ക്ലബിന്റെ ബാൻഡൊക്കെ വരും കേട്ടോ. ഓ ചെറിയ ചൂടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ്. അത് പ്രോൺ ഹർഗാവ് വന്നിട്ടുണ്ട്. ഓ അതങ്ങ് ദൂരെ ഇരിക്കുന്നു. ആ ഇങ്ങോട്ടുണ്ടോ? നീ ഏരിയയിലോട്ടേ നോക്കണ്ട. പ്രോൺസ് ഹർഗാവ്. ഓ കടി പോയി. കൊഞ്ചെല്ലാം കൂടെ ഉരുട്ടിയെടുത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുക. പുതിയ ഡംപ്ലിങ്സിന് പുതിയ പേരാണ്. ഈ സാധനം നല്ല അടിപൊളിയാണ്. നല്ല ക്രിസ്പി വെജിറ്റബിൾസ് വെച്ചുണ്ടാക്കിയ സൂഷി. അപ്പോൾ അതാണ് ഫുൾ ടൈം കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേസ്. നമ്മളെ നൂഡിൽസൊക്കെ വരട്ടെ. ചിക്കൻ ആൻഡ് ലീക്ക് ആൻഡ് ചിക്കൻ ഡംപ്ലിംഗ്. അത് കുറച്ചെടുത്ത് പ്ലേറ്റ് വെച്ചോ. അതിൻ്റെ അതും ഇതുമായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ ഓ ചിക്കനും ലീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിൾ ഉണ്ട്. ഇവിടെ ഉണ്ടാവും ആ സാധനം കൂടെ. അത് ചീസാണെന്ന് തോന്നുന്നു. അത് നല്ല മൊരിഞ്ഞ ചീസാണ്. ആയിരിക്കണം. അത് രണ്ടും കൂടെ കോമ്പിനേഷനിൽ കഴിച്ചാൽ ഇതാണ് ചിക്കനും ലീക്കിൻ്റെയും ഡംപ്ലിംഗ്. ഇത് അവരൊരു ചീസിനെ ഫ്രൈ ചെയ്തിട്ടുള്ളൊരു ഡിസ്ക് ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വെച്ചത്. ഇത് മയണൈസ്. അതിൻ്റെ സോസി മുക്കിയില്ല. നമ്മളെപ്പോഴും ഡംപ്ലിംഗ് അതിൻ്റെ കൂടെ കിട്ടുന്ന സോസി മുക്കിയാണ് കഴിക്കാൻ. ബാക്കി സാധനങ്ങളായിട്ട് എല്ലാത്തിനും കൈയിടാവുള്ളതായിരുന്നു. അവൻ്റെ നൂഡിൽസും വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഓർഡർ ചെയ്തത്. ആ അത് ഇവിടെ കിറ്റിക്കാറ്റ് വന്നു. ആ തായ് പനാങ് നിനക്കുള്ളത്. അവൻ്റെ കിറ്റ്കാറ്റ് റാമൻ അല്ല കിറ്റിക്കാറ്റി റാമൻ. അവൻ്റെ ഇച്ചറാക്കും ബീഫ് ചോറും കറി ആക്കും. അത് ക്രാക്കേഴ്സാണ്. ക്രാക്കേഴ്സ് അതെ ഉള്ള ഷെസ്വാൻ. ഞാൻ അവളുടെ ചോറ് കുറച്ചെടുക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തത്. കഴിച്ചവൻ്റെ ഷെസ്വാൻ നൂഡിൽസ് കിടിലോ എന്ന് പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്തത്.
സാൻപൂർ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല സ്മോക്കി ടേസ്റ്റ്. ചെസ്വാൻ്റെ പെപ്പറിൻ്റെ നല്ല സ്മോക്കിനെസ്. വേണ്ട കിറ്റ്കാറ്റ് റാമൻ സൂപ്പർ ബ്രോത്ത്. സ്പൂണോടെ അവൻ്റെ കിറ്റ്കാറ്റ് റാമൻ്റെ മുട്ട പൊട്ടിച്ച് ഇങ്ങനെ മിക്സ് എല്ലാം കൂടെ മിക്സ് ആവും. എന്താണ് സിമെന്റ് കുഴക്കണം അവിടെ? ഓ കിടിലല്ലേ? കിടിലം ബ്രോത്ത്. പുള്ളി ആ ആൻചോയിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഓ കിടിലം. അവൻ്റെ റാമൻ്റെ ബ്രോത്ത് കൊള്ളാം കഴിച്ചു. അവൻ്റെ റാമൻ കുറച്ച് കൊള്ളാം. അവൻ്റെ റാമൻ കൊള്ളാം. റാമൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിറ്റ്കാറ്റ് റാമനാണ് നമ്മളെ കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ഇത് കൊള്ളാന്ന് തോന്നുന്നു. ഈ കിറ്റ്കാറ്റ് റാമൻ കിട്ടിക്കാട്ടി അതെനിക്ക് ഇഷ്ടമല്ല. ഇച്ചറാക്കും ഫിഷ് കേക്കൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമല്ല. അല്ല അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട് ഓൾറെഡി. അല്ലെങ്കിൽ നീ നല്ലല്ല. ഇതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സാധനം. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഓ എവളിത് എന്തോടെ ഇത് എന്തോ വീട് പണിയാ. ഓ ഗോഡ്. വാർപ്പിന് വേണ്ടിയിട്ട് സിമെന്റ് കുഴക്കണം. ഓ മൈ ഗോഡ്. കുറച്ച് അത് ടേസ്റ്റ് നോക്കാൻ തരും. ഈ സാധനം അടിപൊളിയാണ് ഗൈസ്. ഇൻ കേസ് യു ഗൈസ് ലൈക്ക് എടമാമേ ബീൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ സാധനം ഓർഡർ ചെയ്യാം ഗൈസ്. അതാണ്ട് എടമാമേ കിടക്കണുണ്ട്. അതല്ല ഹെവി സാധനമാണ്. അല്ലെങ്കിൽ മുട്ടയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ ചിക്കനുമായിട്ട് തിന്നണം. അതാണ് ഇതിൻ്റെ മെയിൻ. സോയാബീൻ അല്ലേ? അല്ലല്ല ഇത് ചിക്കനാണ്. ചിക്കൻ സാത്തായി. ഈ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ പറയില്ല എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് ഞാൻ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് ഇവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. കൊള്ളാമല്ലേ? സുക്കുണി ഡോൺപുരി ഗൈസ് ഇവിടെ വന്ന് വാങ്ങിക്കണേ. എക്സ്പെരിമെന്റ് കൊള്ളാൻ സാധിക്കും. നല്ല ഇവിടെ കൊള്ളാം. ഞാൻ കഴിക്കാത്ത നെത്തോലി കരുവാടിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ല ആൻജോവീസ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ടേസ്റ്റ്. യമ്മി ഗൈസ്. കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് നല്ലൊരു ഹെവി ഡിന്നറിന് ശേഷം നമ്മൾ മിലാനോയിലോട്ട് പോവുകയാണ്. ലെറ്റ്സ് ഗോ മിലാനോ. സെൽഫി. മിലാനോ പോകണം. എല്ലാവരും വേണമുണ്ടോ? അങ്ങനെ ഗൈസ് മഴ പെയ്യുകയാണ്. ഷാസ് മാമ്പഴ പുളിശ്ശേരി എടുത്തോ? മാമ്പഴ പുളിശ്ശേരി അല്ലേ, തായ് കറി. കടുക് വറുത്ത് ഒഴിക്കുമെന്നാ. ഓ അങ്ങനെ നീ പോണതിന് മുമ്പേ നിനക്ക് മഴ കാണാൻ പറ്റിയല്ലോ. ശരി ഗൈസ് നേരെ മിലാൻ. അങ്ങനെ ഗൈസ് നമ്മൾ മിലാനോയിൽ വന്നിരിക്കുകയാണ്. ഇവരിങ്ങനെ ഇരിക്കണതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല, സീറ്റ് പിടിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം തിന്നാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യൂവിൽ നിന്ന് കഷ്ടപ്പെടും. പക്ഷേ നല്ല ഐസ്ക്രീമാണ്, അതുകൊണ്ട് മാത്രം നമ്മൾ വന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതെ, ഇപ്പോൾ കുറച്ച് മാങ്ങ തിന്നാൻ വേണ്ടി വന്നേക്കുന്നവരാണ്. ഞാനൊരു എക്സ്പ്രസ്സോ സൺഡേ പറഞ്ഞിട്ടുണ്ട്, അത് വരട്ടെ ഗൈസ്. ലെറ്റ്സ് സീ. ഇതാണോ മാംഗോ? ഇതാണ്. ഇതാണ് സോർബെ ആര് പറഞ്ഞ? എവനാ സന്ദീപാ? ഓർഡർ ചെയ്തത് ഞാൻ എക്സ്പ്രസ്സോ സൺഡേ. അപ്പൊ കുറച്ച് സമയം എടുക്കും. അത് സൺഡേ അല്ലേ വരുവുള്ളൂ. ഓ മൈ ഗോഡ്. ഒന്നുമില്ല ഗൈസ്. ബൈ. ജെലാറ്റോ സോർബെ. എന്നാണ് മഴ ഓക്കെ ഗൈസ്, ഞാൻ ഒരു എക്സ്പ്രസ്സോ സൺഡേ പറഞ്ഞിട്ടുണ്ട്, അത് വരട്ടെ. എന്താ ഞാൻ കഴിച്ചത്? ഓ മൈ ഗോഡ്. ആ ചളി വെച്ചിട്ടല്ലേ ഞാൻ നേരത്തെ കട്ട് ചെയ്തത്. വീണ്ടും അതേ സാധനം തന്നെ വീണ്ടും വരുന്നുണ്ടല്ലോ. ആ അത് തന്നെ ഗൈസ്. ഇവൻ പെട്ടെന്ന് വരും. ഡോണ്ട് വറി ഗൈസ്, ഉടനെ വരുന്നതായിരിക്കും. ഈ ചളിയൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കാം. ഒരു എക്സ്പ്രസ്സോ സൺഡേ പറഞ്ഞത് ഇതായിരുന്നു ഗൈസ്. ഏകദേശം എൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. വലിയ കൊടിമരം, കൊച്ചു കൊടിമരം പോലും ഇത്രയുണ്ട്. ഓ ഞാൻ ആ ലെയർ മൊത്തം തകർക്കട്ടെ ഗൈസ്. മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ല. ആരോഗ്യത്തിന് നല്ലതാണ് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. എന്താണ് ഒരു മോട്ടിവേഷൻ? അയ്യോ ഇതൊന്ന് പൊങ്ങി കുടിക്കണമെന്ന് ഡ്രിങ്ക്സിന് പോയി തട്ടി. ഗൈസ് മാങ്ങയെന്ന് പറഞ്ഞ 3 ചക്ക എടുത്തോണ്ട് ചക്കയിൽ അത്രയ്ക്കുള്ള 3 സ്കൂപ്പ്. ഇത് ആർക്കട ഇത്? ആർക്കാണിത്? നിങ്ങൾ യവനാണോ മറ്റേ മിലാനോ? കഴിച്ചിട്ടോ ഇവിടെ നീ കഴിച്ചിട്ട് പോയാതെ. എടാ ഇത് എന്തോന്ന് ഇത്? ആൾക്കൊരെണ്ണോ? ഇനിയുണ്ടോ? നീ എത്ര എണ്ണം വരാണ്ട്? ഓ ഗൈസ് രണ്ട് ബക്കറ്റ് ഐസ്ക്രീം പറഞ്ഞേക്കാണ് ഗൈസ്. നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് വരാം. ഇവരിത് തീർക്കൂല. ഞാൻ ഇടപെടേണ്ടി വരും. ഓ മാങ്ങ കൊള്ളാം കേട്ടാ.
നല്ല ഫ്രഷ് ക്രീമും മാങ്ങയും. ഓ വെയിറ്റ് ഒട്ടും കുറയൂല. തിന്നുമ്പോ സമാനുണ്ടൊക്കെ തിന്നാൻ പോലെ അനുഭവം. ഇതാരും തിന്നും അപ്പം ഉള്ള മാങ്ങയൊക്കെ എന്നെ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ മതി ഗൈസ്. ഞാൻ ഒതുങ്ങി മതിയായി. ഓ ഇത് ഭയങ്കര ഹെവി. അങ്ങനെ ഗൈസ് നമ്മൾ യാത്ര പറയുകയാണ്. ഷാസ് നാളെ പോവും. അപ്പോൾ എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? ബിരിയാണി ഓക്കെ ഗൈസ്, ബിരിയാണി നമ്മൾ മറന്നിട്ടില്ല. ഞാൻ സനുഭവം കൂടെ കൊടുക്കുന്നതായിരിക്കും. യെസ്, കാർത്തി ഫ്രീ ആവുന്നതിൻ്റെ അന്ന് നമ്മളത് ചെയ്യുന്നതായിരിക്കും. അവിടെ എൻ്റെ ബ്ലോഗിന് ഒരു ബൈ പറ. ബൈ ഗൈസ്. അപ്പം അടുത്ത് ഇനി അൽഷസാമി കാണാം. ഏവൻ വന്നോടെ എൻ്റെ ബ്ലോഗ് പച്ച പിടിച്ചു. അവൻ്റെ അൽഷസാമാണ്. അവിടെ എത്തി ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് വരുന്നു, നമ്മുടെ പെങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പൊളിക്കാം. ഓക്കെ, അടുത്ത മാസം നല്ല രസമുള്ള ബ്ലോഗാണ്. ബിനി ഭയങ്കര അഭിനയം. സത്യം കേട്ടോ, ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. അവള് ഓവർ ആക്ടിങ് ആണ്. ആക്റ്റീവാണ്. അവള് കേൾക്കണ്ട, മിക്കവാറും കൊല്ലും. ഗൈസ് വല്ല ആക്ടിങ് ഒന്നുമില്ല, അവൾ ഓവർ ആക്ടിങ് ആണ്. അപ്പോൾ എന്തായാലും വരും. അടുത്ത മാസം അവളുടെ പിള്ളേർ വരും. അപ്പോൾ അതാണ് എനിക്കുള്ള കമ്പനി. വലിയ കാര്യമില്ല, പക്ഷെ എനിക്കൊരു കമ്പനിയാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഗൈസ്. അപ്പോൾ സി യു അടുത്ത വ്ളോഗിൽ കാണാം. ഇത് എനിക്കൊന്ന് തോന്നുന്നു എവൻ അവിടെ ചെന്ന് നൊമാഡിയനെയൊക്കെ സർപ്രൈസ് ആയിട്ട് ഇടുന്നുള്ളൂ ഈ വ്ളോഗ്. അല്ലെങ്കിൽ അറിയോ അവന്മാർ അവൻ നാളെ എത്തണമെന്നുള്ള സാധനം. സോ ബൈ ഗൈസ്, ടാറ്റാ.